ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. പഴയത് ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അനുഗ്രഹമേറിയ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നസ്രേന്റെ വഴികൾ എന്ന ആത്മീയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായത്തിനായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകരം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി സുവിശേഷകൻ അലി ഫിലിപ്പ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ ദാസനെ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം തന്റെ ജീവിത പശ്ചാത്തലവും തന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും നമ്മുടെ പ്രേക്ഷകർക്കായി കർത്താവിന്റെ ദാസൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. അതിനായി ഒത്തിരി സ്നേഹത്തോടെ കർത്താവിന്റെ ദാസനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം നസറേന്റെ വഴി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് അലി മുഹമ്മദ് എന്നാണ്. ഇപ്പോൾ അലി ഫിലിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മലപ്പുറം ജില്ലയിലെ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാൻ തക്കമുണ്ടായി. ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങൾക്ക് കീഴ്പ്പെട്ട് മദ്രസകളിലും അതുപോലെ തന്നെ അല്പകാലം ദർസിലൊക്കെ പഠിക്കാനുള്ളതായ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മാതാവിന്റെ കുടുംബം എന്ന് പറയുന്ന ഒരു ഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാസ്തവത്തില് എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായിട്ട് കടന്നു പോകും. മാതാവിന്റെ മരണം എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രയാസങ്ങൾക്ക് കാരണമായിട്ട് തീരുകയാണ്. അധികം താമസിയാതെ ഞങ്ങളെ നോക്കുക, ഞങ്ങൾ 2 മക്കളാണ്. എൻ്റെ നേരെ താഴെ ഒരു പെൺകുട്ടി, അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബം. പിതാവ് ബിസിനസ്മാൻ ആയിരുന്നു. ചുക്ക്, കുരുമുളക്, പലചരക്ക് കട, ഹോട്ടല്, റബ്ബർ തോട്ടം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പിതാവിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ വലിയൊരു ട്രാജഡി ഉണ്ടാകും. അമ്മ മരിച്ച് അധികം താമസിയാതെ പിതാവ് പുനർവിവാഹം ചെയ്തു. അതിലൊരു കുഞ്ഞ് ജനിക്കുന്നത് വരെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ടാനമ്മയിൽ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുക, പിതാവിന്റെ സ്വത്തെല്ലാം കൈവശമാക്കുക എന്നായിരുന്നു രണ്ടാനമ്മയുടെ മനസ്സിലെ ഏക ലക്ഷ്യമെന്ന് പറയും. എൻ്റെ ഉമ്മ മരിച്ച് അടുത്ത ദിവസം തന്നെ പെങ്ങളെ, എൻ്റെ ഉമ്മയുടെ കുടുംബം 4 അമ്മാവന്മാരുണ്ട്, ഉമ്മയുടെ ഉമ്മയുണ്ട്, അവരങ്ങ് കൊണ്ടുപോയി. പിന്നീട് ഞാൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ എന്നെ ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ പിതാവിന്റെ സ്വത്തെല്ലാം രണ്ടാനമ്മയ്ക്കും മക്കൾക്കും വരുമല്ലോ എന്ന രണ്ടാനമ്മയുടെ ചിന്തകളായിരുന്നു എന്നെ പുറത്താക്കാനുള്ള കാരണം. അതിനുവേണ്ടി ലഭിക്കുന്ന സമയങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടി രണ്ടാനമ്മ ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ പിതാവ് ഒരു മുൻകോപിയായിരുന്നു. കടയടച്ച് രാത്രികാലം 11 മണി 10 മണിക്ക് ശേഷം ഒരു 12 മണിയോടെ അടുത്തൊക്കെ ആയിരിക്കും വീട്ടിലോട്ട് വരുന്നത്. വീട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ രണ്ടാനമ്മ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി നിൽക്കും. ഇറങ്ങി നിന്നിട്ട് കരച്ചിൽ തുടങ്ങും.
ഞാൻ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നെല്ലാം പറഞ്ഞ് പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളതായ ടെൻഷൻ എല്ലാം തീർക്കുന്നത് എൻ്റെ മേലെ ആയിരിക്കും. ചെറുപ്രായത്തിൽ തന്നെ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് വളർന്നത്. വാസ്തവം എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും എനിക്ക് പീഡനം ഏൽക്കേണ്ടതായിട്ട് വരും. പിതാവ് കാണത്തക്ക രീതിയിൽ നല്ല നീളമുള്ളതായ വിറകിന്റെ കമ്പ് എടുത്തിടും. അതുകൊണ്ടായിരുന്നു എൻ്റെ പിതാവ് എന്നെ മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ തല പിടിച്ച് ജനലിലോ ചുമരിലോ ഇടിക്കുക, അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവത്തിലൂടെയാണ് വളർന്നത്. പീഡനം സഹിക്കാനായിട്ട് കഴിയാതെ വളരെ ദുഃഖിതനായി ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അലി, നീ വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് ഞങ്ങള് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തരണം ചെയ്യുവാൻ ഒരു മരുന്ന്, നല്ലൊരു മരുന്നുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എന്താണ് മരുന്ന്? അപ്പൊ അവരെന്നോട് പറഞ്ഞു, നിനക്ക് അടി കിട്ടും എൻ്റെ പിതാവിൽ നിന്ന് എന്ന് അറിയുന്ന ദിവസം വൈകുന്നേരം പോയി മദ്യം കഴിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മുടെ മതപ്രകാരം അത് പാപമല്ലേ, മദ്യം കഴിക്കുന്നത് തെറ്റല്ലേ? അതില് ഒരു ബിരുദനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി വരെയും മദ്യം കഴിച്ചിട്ടുണ്ട് എന്ന ഹദീസിൽ നീ വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. പിന്നെ നീ എന്താണ് പഠിച്ചത്? മുഹമ്മദ് നബി വരെ മദ്യം കഴിക്കുക മാത്രമല്ല, അദ്ദേഹം മദ്യം കഴിച്ച് യുദ്ധത്തിന് പോയിട്ട് പല തല്ലുകളും അറബികൾ അടിച്ചൊടിച്ചത് നീ കേട്ടിട്ടില്ലേ, വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലല്ലോ. മുഹമ്മദ് നബിയുടെ വീട്ടിൽ പോലും മദ്യം ഉണ്ടാക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ അത്ഭുതമായിട്ട് തോന്നിയത്. അങ്ങനെ ഞാനും മദ്യം കഴിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ പിതാവിൽ നിന്ന് മർദ്ദനമേൽക്കും എന്ന് അറിയുന്ന ദിവസം ഞാനും പോയി മദ്യപിച്ച് കിടന്നുറങ്ങാനായിട്ട് തുടങ്ങി. രാത്രി പിതാവ് വരും. അന്ന് രാത്രി ഒന്നും മിക്കവാറും ദിവസം ചോറൊന്നും തരികയല്ല, പട്ടിണിയായിരിക്കും. പല രാത്രികളും വിശന്ന് നേരം വെളുപ്പിച്ച കാര്യം ഞാൻ അറിയുന്നു ഇപ്പോൾ. രാത്രി വന്ന് എന്നെ ഉണർത്തി, കാരണം എനിക്ക് ബോധം ഉണ്ടാവുകയില്ല. നല്ലവണ്ണം അടിക്കും. വെറും കമ്പ് കൊണ്ടൊക്കെ എഗ്ഗും പ്രഹരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേ ശരീരം അവിടെ എല്ലാം വിറകൊണ്ട് അടിച്ച് പൊട്ടി രക്തമെല്ലാം തന്നെ ഉണങ്ങി ഇരിക്കുന്നതായിട്ട് പലപ്പോഴും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവിന്റെ മാതാവ് ഇരുന്ന് കരയും. എന്നാലും പിതാവിന്റെ യാതൊരു വിധമായ മനസ്സലും അദ്ദേഹത്തിൽ കാണാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഈ മർദ്ദനത്തിന്, മദ്യത്തിന് പോലും സ്വസ്ഥത തരാൻ കഴിയയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭവനം വിട്ട് യാത്രയാകുകയാണ്. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. ലഭിക്കുന്ന ജോലി കിട്ടുന്നതെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനുമായിട്ട് ഞാൻ ചെലവഴിച്ചു. ജീവിത സ്വസ്ഥതയില്ല, സമാധാനമില്ല, മാതാവില്ല, പിതാവ് എല്ലാം തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു മാനസികമായ വിഭ്രാന്തിയിൽ അങ്ങനെ മുമ്പോട്ട് പോയി അവസാനം ഞാൻ ബോംബെയിലെത്തുകയാണ്. ബോംബെയിലെത്തി അവിടെ ഒരു ചെറിയൊരു കമ്പനിയിൽ ക്രെയിൻ ഓപ്പറേറ്റർ ഹെൽപ്പർ ആയിട്ട് ജോലി കിട്ടി. ആകെ കിട്ടുന്നത് 10 രൂപയാണ് ശമ്പളം. വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോഴും അടുത്തൊന്നല്ല. അതിൽ 8 രൂപ
ചെലവിനും 2 രൂപ ബസ്സിനും വേണം. എന്നൊക്കെ എന്ന് പറയുന്നത് ചായക്ക് 8 പൈസ അങ്ങനെയൊക്കെയുള്ളതായ സമയമാണ്. ഏകദേശം 3 വർഷക്കാലം കമ്പനിയിൽ ജോലി ചെയ്തു. 3 വർഷത്തിന് ശേഷം അതേ കമ്പനിയിൽ തന്നെ ഓപ്പറേറ്ററായിട്ട് എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഏകദേശം നല്ലൊരു സാലറി. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. കൂട്ടുകാരായി, സാമ്പത്തികമായി അല്പം മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തപ്പെടാനുള്ളതായ സാഹചര്യം ഉണ്ടായി. വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് വാസ്തവത്തിൽ ആരാ ഉള്ളത്? അപ്പനില്ല, അമ്മയില്ല, ബന്ധുക്കളില്ല, ബന്ധുമിത്രാദികളില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഞാനൊരു അനാഥയായിട്ട് ഇങ്ങനെ ആണല്ലോ ആയിരിക്കുന്നത് എന്നുള്ള ചിന്ത എന്നെ നിരന്തരം ഭരിക്കാനായിട്ട് തുടങ്ങി. വീണ്ടും മദ്യത്തിലേക്ക് വഴുതി വീണു. മദ്യം കഴിക്കാതെ ദിവസങ്ങളില്ല. മദ്യം കഴിച്ച് ജോലി കൃത്യനിഷ്ഠത പുലർത്താൻ കഴിയാത്ത ഒരവസ്ഥയായി. ജോലിയുടെ പുറമെ, ശമ്പളത്തിന്റെ പുറമെ പോക്കറ്റ് മണി കിട്ടും. അങ്ങനെ കിട്ടുന്ന പൈസ എല്ലാം തന്നെ മദ്യത്തിനും കൂട്ടുകാർക്കും മദ്യം വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ മുമ്പോട്ട് പോയി. ഒരു രാത്രി നല്ലോണം മദ്യപിച്ചു. രാവിലെ 8 മണിക്കായിരുന്നു ഡ്യൂട്ടി ടൈം. 8 മണിക്ക് ചെല്ലുന്നതിന് പകരം 11 മണിക്കാണ് ഉണർന്നത്. ഉടനെ വാച്ച് നോക്കിയപ്പോൾ 11 മണിയായിട്ടുണ്ട്. മുഖമൊക്കെ കഴുകി ഓടി കമ്പനിയിൽ എത്തിയപ്പോഴേ വാച്ച്മാൻ പറഞ്ഞു, മാനേജരെ കണ്ടിട്ടേ ജോലിയിൽ പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വാച്ച്മാൻ പറഞ്ഞു. അങ്ങനെ മാനേജർ അടുത്ത് പോയി. മാനേജർ എന്നെ കണ്ടപ്പോൾ ഒരു മലയാളിയായിരുന്നു. കരിസ്മാറ്റിക് മാൻ. അദ്ദേഹം എന്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, കഴിഞ്ഞ രാത്രിയില് നല്ലവണ്ണം മദ്യപിച്ചു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാറേ, ഇനി കുറച്ച് ദിവസം വീട്ടിലിരിക്ക് എന്ന് പറഞ്ഞ് മേശ തുറന്ന് ഒരു പേപ്പർ എടുത്ത് എന്റെ കയ്യിൽ തന്നു. ഞാൻ ചോദിച്ചു, എന്താണെന്ന്. വായിച്ചു നോക്കുന്നു പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിയപ്പോഴേ കമ്പനി എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാതെ കമ്പനി ഇനി നിന്നെ തിരിച്ചെടുക്കുകയില്ല എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു, കയറി എന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അതിൽ കൂടുതലൊന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. തിരിച്ചെടുക്കയില്ല എന്നുള്ള ബോധ്യം എനിക്ക് കിട്ടി. അങ്ങനെ മറ്റു പല കമ്പനിയിലും ജോലി അന്വേഷിച്ചു. ജോലി അന്വേഷിച്ചപ്പോഴേ അവര് നേരെ ഇങ്ങോട്ട് വിളിക്കും കമ്പനിയിൽ. നീ എവിടെ ജോലി ചെയ്തത്? ഇന്നടത്താ. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവര് പറയും, അല്ലി ജോലി ചെയ്യല, കിട്ടുന്ന സമയം മദ്യപിച്ച് കിടക്കേ ഉള്ളൂ, കൃത്യനിഷ്ഠതയില്ല, കൃത്യമായിട്ട് ജോലി ചെയ്യല എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങള് പറയാം, വിളിക്കാം എന്നെല്ലാം പറഞ്ഞ് തള്ളിക്കളഞ്ഞു. മാസങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി. കിട്ടാനുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം കടം വാങ്ങിച്ച് ബോംബെയിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയില് നേരെ കള്ളം വണ്ടിയും കയറി നാട്ടിലെത്തി. നാട്ടില് അവിടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. അടിയും വഴക്കും ഇല്ലാത്ത ദിവസങ്ങളെ വളരെ കുറവായിരുന്നു. എല്ലാവർക്കും ഒരു പ്രശ്നം, ഞാനും തന്നെ ഒരു പ്രശ്നമായിട്ട് മാറി. മുമ്പോട്ടും ഇമ്പോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി. അതിനിടയില്
എൻ്റെ വലിയമ്മ, ഉമ്മയുടെ ഉമ്മ പല മുസ്ലിം പുണ്യസ്ഥലങ്ങളിൽ കൊണ്ടുപോയി, തങ്ങന്മാരടുത്ത്, ആര്യന്മാരടുത്തെല്ലാം കൊണ്ടുപോയി എന്നെ പ്രാർത്ഥിക്കാനും നേർച്ചകളും കാഴ്ചകളും ദാനങ്ങളും ധർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം ഒരിടയായി തീർന്നു. എനിക്ക് നന്നാവണമെന്നുണ്ടായിരുന്നു. ഇതിനൊന്നും യാതൊരു വിധമായ മാറ്റവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അവസാനം എന്നോട് പറഞ്ഞു, നീ നന്നാകണേ ഒരൊറ്റ കാര്യം ചെയ്യണം, നീ മക്കായിൽ പോവുക, മക്കായിൽ പോയി ഹജ്ജ് ചെയ്യുക. നീ പൈസ ഒന്നും മുടക്കണ്ട, നിന്റെ അമ്മാവന്മാര് മുടക്കിക്കോളും പൈസയൊക്കെ. അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചു. വിസ വന്നു. വിസയുടെ പുറത്ത് ഒരു ചെറിയൊരു പ്രോബ്ലം. വീണ്ടും വിസ സൗദി അറേബ്യയിൽ പോയിട്ട് തിരിച്ചു വരണമായിരുന്നു. അങ്ങനെ ആകെ മാനസികമായി പ്രയാസത്തിൽ, മുമ്പും പിമ്പും അടയപ്പെട്ട ഒരവസ്ഥയില്, മുമ്പോട്ടും പിൻപോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയില് വളരെ പ്രയാസത്തോടെ ഇനി എന്ത് ചെയ്യണം? ഒരേ ഒരു വഴിയെ മാത്രമേ ഉള്ളൂ മുന്നില്, ആത്മഹത്യ ചെയ്യാം. മറ്റൊരു വഴിയും മുന്നിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. കേസുകളും അടിയും വഴക്കും പ്രശ്നങ്ങളും എല്ലാം കൂടെ മുന്നില് ഇങ്ങനെ വന്നു കിടക്കുക. അവസാനം ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നറിയില്ല. മദ്യത്തിൽ വിഷം ചേർത്ത് കഴിക്കണോ? ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിക്കണോ? അതല്ല തൂങ്ങി മരിക്കണോ? എങ്ങനെ മരിക്കണം എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിന്റെ അടുത്തുള്ളതായ ഒരു വ്യക്തി, ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു സൂപ്രണ്ടാണ്, ഒരു സുവിശേഷ പ്രവർത്തന. അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബാഗ് ഉണ്ടാവും, അതിനകത്ത് ഒരു പുതിയ നിയമവും മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞതായ ചില പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ബാഗിലിട്ട് ഇങ്ങനെ നടക്കും. കാണുന്ന ആരെങ്കിലും ഒക്കെ പരിചയപ്പെട്ട് ഈ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. തിരുവല്ലക്കാരനാണ്, എങ്കിലും ഞങ്ങളെ നാട്ടിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല, ഞാൻ നിന്നെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക, നിനക്ക് എന്ത് പറ്റി എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. വീണ്ടും അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ നിന്നെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ നിന്നെ കാണുന്നത്, ആ അവസ്ഥയിലാണ് നിന്റെ മുഖത്തേക്ക് നോക്കിയാല് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു 2 പുസ്തകം നിനക്ക് തരാം, ഫ്രീ ആകുമ്പോ ഇതൊന്ന് എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഒരു പുതിയ നിയമവും ഒരു മനുഷ്യന്റെ ഹൃദയം, തമ്പിയുടെ ഹൃദയം അല്ല, തമ്പിയുടെ ഹൃദയം വേറെയുണ്ട്. ഇത് ഒരു പച്ച നിറത്തില്, കണ്ടൻസ് എല്ലാം അത് തന്നെയാണ്, ഏകദേശം അല്പം കൂടെ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകം. ഈ പുസ്തകം എനിക്ക് തന്നപ്പോൾ, പുതിയ നിയമം കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് കലി കയറി. കാരണം അന്നൊക്കെ എനിക്ക് ക്രിസ്ത്യാനികളോട് ഏറ്റവും കൂടുതൽ വെറുപ്പാണ്, ഹിന്ദുക്കളോട് അത്ര വെറുപ്പില്ല. അതിന്റെ പ്രധാന കാരണം, ചെറുപ്രായത്തിൽ തന്നെ മദ്രസയിൽ പഠിച്ചിരുന്നു, ക്രിസ്ത്യാനികള് ബൈബിള് തിരുത്തപ്പെട്ടതാണ്. യേശു എന്ന് പറയുന്ന ഒരു പ്രവാചകൻ മാത്രമാണ് അദ്ദേഹത്തെ ക്രിസ്ത്യാനികൾ ദൈവമാക്കി മാറ്റിയിരിക്കുന്നു. യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചിട്ടില്ല, മരിക്കാതെയാണ് സ്വർഗത്തിൽ പോയത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ 3 ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പിതാവ് ഒരു ദൈവം, പുത്രനൊരു ദൈവം, പരിശുദ്ധാത്മാവ് മറ്റൊരു ദൈവം.
അങ്ങനെ 3 ദൈവത്തെ ആരാധിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഞങ്ങൾ മുസ്ലിങ്ങളാകട്ടെ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയെല്ലാം തന്നെ ചെറുപ്രായത്തിൽ മദ്രസയിൽ പഠിച്ചിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോടൊക്കെ വലിയ ദേഷ്യമായിരുന്നു. ഈ പുസ്തകം നോക്കി ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലായപ്പോഴേ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ പുസ്തകം ഞാൻ എന്ത് ചെയ്തു, ബലമായിട്ട് അങ്ങ് വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയമായി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, ഞാൻ പിന്നീട് വരാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് അദ്ദേഹം പോയി. അടുത്ത ദിവസം രാവിലെ ഞാൻ സാധാരണ ഇരിക്കുന്ന സ്ഥലമുണ്ട്, എഴുന്നേറ്റ് വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിച്ചെറിഞ്ഞ ആ പുസ്തകം അവിടെ തന്നെ കിടക്കുന്നത് കണ്ടു. ആ പുസ്തകം പോയി എടുത്തു. അതിന്റെ പുറത്ത് തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയം, ആ ഹൃദയത്തിനകത്ത് കുറെ മൃഗങ്ങൾ. തുറന്നു വായിക്കാൻ തുടങ്ങി. ഓരോ മൃഗങ്ങൾക്കും ഓരോ സ്വഭാവം. അപ്പൊ ഈ മൃഗങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയം അങ്ങ് നിറഞ്ഞിരിക്കുക. ആ ഹൃദയത്തിനകത്ത് ദൈവമില്ല, ദൈവം പുറത്താണ്, ദൈവവചനമില്ല. ദൈവദൂതൻ ഒരു വാള് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിനകത്തോട്ട് കയറാനായിട്ട് പറ്റുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥ. അവസാനം എന്നോട് ചോദിച്ചു, ഇതിനേക്കാൾ കൂടുതൽ പാപം നീ ചെയ്തില്ലേ? ഇന്ന് നീ മരിക്കുക, ആത്മഹത്യ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ നരകമല്ലേ നിനക്കുണ്ടാകുന്നത്? ഈ ഒരൊറ്റ ചോദ്യം വാസ്തവത്തില് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ തന്നെ ചോദിക്കാൻ തുടങ്ങി, ഇന്ന് ഞാൻ മരിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ, ഇതിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പാപങ്ങള് ഓരോ ദിവസവും ബോംബെയിൽ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് നീ മരിച്ചാൽ നീ നരകത്തിലല്ലേ പോകുന്നത്? ആ ചോദ്യത്തിന് മുമ്പില് ഉത്തരം മുട്ടിപ്പോയി. ഞാനത് പുസ്തകം വായിക്കാൻ തുടങ്ങി, വായിച്ചു തീർന്നു. അത് കഴിഞ്ഞ് പുതിയ നിയമം തന്നിരുന്നു. പുതിയ നിയമം വായിക്കാൻ തുടങ്ങി. യേശു ചെയ്ത അനേക അത്ഭുതങ്ങൾ അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവസാനം 11-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴേ എന്നോട് ചോദിക്കുകയാണ്, എന്നോട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഖുർആനും ഹദീസുകളും മറ്റ് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ച് എനിക്ക് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട്. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ആശ്വാസമില്ലാതെ വളരെ പ്രയാസത്തിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് പറയാം, നീ എൻ്റെ അടുക്കൽ വരിക, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും എന്നിങ്ങനെ എന്നോട് വീണ്ടും വീണ്ടും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇതിൽ എന്തൊക്കെ ഉണ്ടല്ലോ. വീണ്ടും വളരെ സൂക്ഷ്മതയോടെ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. വീണ്ടും 14-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ എന്നോട് പറയും, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുകയാണ്, അത് ലോകം തരുന്നത് പോലെയല്ല. ഇതുവരെയും നീ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ഒരു സമയമല്ലേ, സാഹചര്യമല്ലേ നിനക്കുള്ളത്. എന്നാൽ എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ. അപ്പൊ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഞങ്ങൾ 5 പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ ചെല്ലുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടിയല്ല, അത് പ്രവാചകന് വേണ്ടിയാണ്. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബിയ്യു യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ
അള്ളാഹുവും മലായിക്കത്തീങ്ങളും മലക്കുകളും അല്ലെങ്കിൽ ദൂതന്മാരും നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ നിങ്ങളും പ്രവാചകന് വേണ്ടി, പ്രവാചകന് ശാന്തിയും സമാധാനം ലഭിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. വീണ്ടും എന്റെ മനസ്സിലേക്ക് വന്ന് അള്ളാഹു പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവും പ്രാർത്ഥിക്കുന്നു, മലക്കുകളും പ്രാർത്ഥിക്കുന്നു. അതിന്റെ പുറമെ കോടാനുകോടി മുസ്ലിങ്ങളും പ്രാർത്ഥിക്കുന്നു. ഇത്രയും വർഷമായിട്ട് മരിച്ചു കിടക്കുന്ന മുഹമ്മദ് നബിക്ക് പോലും സമാധാനമില്ലെങ്കിൽ ഇസ്ലാമിൽ എനിക്കെങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? യേശു കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. അത് ലോകം തരുന്നത് പോലെയല്ല സമാധാനം. ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി വളരെ സൂക്ഷ്മതയോടെ. ഒരു പ്രാവശ്യം പുതിയ നിയമം വായിച്ചു തീർന്നപ്പോഴ് യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങള്, അടയാളങ്ങള്, മരിച്ചവരെ ഉയർത്തി, രോഗികൾക്ക് സൗഖ്യം നൽകി, പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ നൽകി, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴ് ഇതൊക്കെ സത്യമാണോ? വാസ്തവം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് അത്ഭുതങ്ങൾ ചെയ്തു, പിശാച് ബാധിച്ചവനെ പുറത്താക്കി എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് പ്രവാചകന് പിശാച് ബാധിച്ചൊരു ചിന്തയായിരുന്നു. മുഹമ്മദിനെ ഒരിക്കൽ പിശാച് ബാധിച്ചു. സുബോധം നഷ്ടപ്പെട്ട് 8 മാസക്കാലത്തോളം സുബോധമില്ലാതെ കാണുന്ന പനകളെല്ലാം തന്നെ സാത്താന്റെ തല പോലെയായിരുന്നു എന്ന് ആ ഹദീസ് പറയുന്നു. കാണുന്ന തലകളെല്ലാം തോന്നുക മുഹമ്മദിന്. അപ്പൊ മുഹമ്മദിന്റെ ആ ഭാഗത്തൊക്കെ പനകള് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പന കാണുമ്പോ മുഹമ്മദ് നബിക്ക് തോന്നുകയാണ് ഇതെല്ലാം സാത്താന്റെ തലയാണ്, ഇതുപോലെയാണ് സാത്താന്റെ തല നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, മുഹമ്മദ് നബിക്ക് പിശാച് ബാധിച്ചെങ്കിൽ എന്റെ അവസ്ഥ പിന്നെന്താണ്? എന്തുകൊണ്ട് അള്ളാഹുവിനെ മുഹമ്മദ് നബിക്ക് പിശാച് ബാധിച്ചതുപോലും തടയാൻ കഴിഞ്ഞില്ല? തന്റെ ഭാര്യമാര് വിഷം കൊടുത്ത് കൊന്നാണ് മുഹമ്മദിനെ. ആ വിഷം കൊടുത്ത് കൊല്ലുന്നത് പോലും സംരക്ഷിക്കാനായിട്ട് അള്ളാഹുവിന് കഴിഞ്ഞില്ല. ആദ്യം യഹൂദ സ്ത്രീ വിഷം കൊടുത്തു എന്നാ പറയും, അതിൽ മരിച്ചില്ല. ചില നാളുകളോളം സുഖനില കിടന്നു. അവസാനം ആയിഷയും അഫ്സയും അബൂബക്കറും ഉമറും ചേർന്ന് മുഹമ്മദിന് വിഷം കൊടുത്തു കൊന്നു എന്നാ പറയുന്നത്. ഇത്രയൊരു ഗതികേട് പ്രവാചകനുണ്ടായ കാര്യം ഞാനിങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇതൊക്കെ സത്യമാണോ? ഇതൊക്കെ സത്യമാണോ? ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യേശു മരിച്ചവരെ ഉയർത്തി 38 വർഷക്കാലം കുളക്കടയിൽ കിടന്ന ഒരു മനുഷ്യനോട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു 33.5 വർഷം ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് 38 വർഷ രോഗിയാണ്. ഈ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കർത്താവ് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാനായിട്ട്? കിടക്ക എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞു വീട്ടിലോട്ട്. അവൻ കിടക്ക എടുത്തുകൊണ്ട് നാടി. 38 വർഷക്കാലം ആരുടെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയാതെ വളരെ ദുഃഖിതനായി ദുരിതം അനുഭവിച്ച് കുളക്കടയിൽ കിടക്കുന്ന ആ മനുഷ്യനോട് പറയാണ് കർത്താവ്, കിടക്ക എടുത്തുകൊണ്ട് നീ വീട്ടിൽ പോകണം. അപ്പൊ തന്നെ ആ വാക്ക് കേട്ട ഉടനെ കിടക്ക എടുത്തുകൊണ്ട് കർത്താവ് ആ മനുഷ്യൻ വീട്ടിലോട്ട് പോയി. പിന്നീട് ദേവാലയത്തിൽ വെച്ച് ഈ മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനോട് പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. അപ്പൊ പാപത്തിന്റെ ഫലമായിരുന്നു അവന്റെ വന്നതായ രോഗങ്ങളെന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. 12 വർഷക്കാല രക്തസ്രാവമുള്ളതായ സ്ത്രീ കർത്താവിന്റെ കുറിച്ച് കേട്ടു, അവളെ സൗഖ്യമായി എന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ നാറ്റം വെച്ച ലാസർ,
അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് യേശുക്രിസ്തു എന്ന് പുതിയ നിയമത്തിൽ മനസ്സിലായപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇതെല്ലാം ശരിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം സ്വസ്ഥത എന്താണ്, സമാധാനം എന്താണ് എന്ന് ഞാൻ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിടുതൽ വേണം. വിടുതൽ തന്നാൽ ഇത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാം. അന്ന് വൈകിട്ട് നേരെ മദ്യഷോപ്പിൽ പോയി. എന്തോ ഒരു അസ്വസ്ഥത. മദ്യം വാങ്ങിച്ച് ടേബിളിന്റെ പുറത്ത് വെച്ചു. എടുക്കുമ്പോൾ തന്നെ എന്തോ മനസ്സിൽ ചിന്ത വന്നു. അതവിടെ വെച്ചു. പല പ്രാവശ്യമായിട്ട് എടുത്തു, മേശപ്പുറത്ത് തിരിച്ചു വെച്ചു. കുടിക്കാനായിട്ട് കഴിയാതെ ലാസ്റ്റ് ആ മദ്യം മേശപ്പുറത്ത് വെച്ചിട്ട് നേരെ തിരിച്ചുപോയി. തിരിച്ചുപോയി. എന്തോ ഒരു വല്ലാത്ത, എൻ്റെ ജീവിതത്തിൽ ആദ്യം നടക്കുന്ന ഒരു സംഭവം. മദ്യം വാങ്ങിച്ച് മേശപ്പുറത്ത് വെച്ച് കുടിക്കാൻ കഴിയാതെ തിരിച്ചു വരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഒരു സിഗരറ്റ് വലിക്കാം എന്ന് വിചാരിച്ച് സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. തീപ്പെട്ടി കത്തുന്നില്ല. എത്ര കത്തിച്ചിട്ടും കത്തുന്നില്ല തീപ്പെട്ടി. അങ്ങനെ ഞാൻ അറിയാതെ തന്നെ സിഗരറ്റും പാക്കറ്റും തീപ്പെട്ടിയും എല്ലാം കൂടെ എടുത്ത് രണ്ട് ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. എറിഞ്ഞതിന് ശേഷമാണ് ഓർക്കുന്നത്, അയ്യോ, ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ചതായിരുന്നല്ലോ എന്ന് ഓർക്കുന്നപ്പോഴും എന്തോ ഒരു അസ്വസ്ഥത. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം വൃത്തിയായപ്പോ, ഞാൻ സാധാരണ കടപ്പുറം പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കടപ്പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കോഴിക്കോടാ. അങ്ങനെ അവിടെ ഒരു ചർച്ചിൽ കൺവെൻഷൻ നടക്കുന്നതായിട്ട് കണ്ടു. വൈകുന്നേരം 6 മണിക്കാണ്. പ്രസംഗിക്കുന്നത് ഡോക്ടർ മുരളീധരൻ. ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തിനാണ് അവർ ഹിന്ദു ആയിരിക്കുന്ന അദ്ദേഹം ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ പ്രസംഗിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അങ്ങനെ വൈകുന്നേരം അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഒരു 6 മണിയായപ്പോ വന്ന് ഇരുന്നു. പാട്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. ഡോക്ടർ മുരളിയെ പ്രസംഗിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ എന്നോടാണോ അദ്ദേഹം സംസാരിക്കുന്നത്? ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ നോക്കി, വേറെ ആരോട് ആണോ സംസാരിക്കുന്നത്? എന്റെ സ്വഭാവത്തെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വാസ്തവത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. പ്രസംഗമൊക്കെ കഴിഞ്ഞു. പല വ്യക്തികൾ സ്റ്റേജിലേക്ക് പോയി പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അതെല്ലാം തീരുന്നത് വരെ ഞാൻ സ്വസ്ഥമായിട്ട് ഇരിപ്പിടത്തിൽ ഇരുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഞാൻ നേരം ചെയ്തു, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞ ഇനിയാണ്, ഞാൻ യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ 3 ദിവസത്തെ ഒരു സുവിശേഷ യോഗമുണ്ട്, ബ്രദറിന് അത് കേൾക്കാം, ഭക്ഷണം ഇവിടുന്ന് കിട്ടും. അങ്ങനെ ഞാനും എന്തൊക്കെയോ ഒരു അത്ഭുതങ്ങള് എൻ്റെ ജീവിതത്തിൽ നടക്കുമല്ലോ എന്ന് വാസ്തവത്തിൽ ഞാനും ചിന്തിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പോയി വീട്ടിൽ പോയി വസ്ത്രമൊക്കെ 2-3 ദിവസത്തേക്കുള്ള വസ്ത്രം എടുത്ത് തിരിച്ചു വന്നു. അത് പലപ്പോഴും അദ്ദേഹത്തിനോട് മനുഷ്യന്റെ അവസ്ഥ, പാപം എന്താണ്, പാപത്തിന്റെ പരിണിത ഫലം എന്തുകൊണ്ടാണ് മനുഷ്യനെ സ്വസ്ഥതയില്ലാതെ നഷ്ടപ്പെടുന്നത്? മനുഷ്യൻ പാപിയാണ്. പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും കഴിയയില്ല. മറ്റൊരുവനിൽ രക്ഷയില്ല. യേശു കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് എത്തുവാനായിട്ട് സാധ്യമല്ല എന്നുള്ള ബോധ്യവും ഞാനൊരു പാപിയാണെന്നുള്ള
ആ ബോധ്യം വാസ്തവത്തിൽ എനിക്ക് കിട്ടി. എന്റെ പാപം ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന്റെ അനുഭവം, സന്തോഷത്തിന്റെ അനുഭവം, അതുവരെയും ലഭിക്കാത്തതായ ഒരനുഭവം. യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരുന്നത്, ഇപ്പോഴോ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണും. 42:5. ഈ ഒരു അനുഭവം തന്നെ, കേട്ടൊരു അനുഭവം. മദ്രസയിൽ നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു, അല്ലെങ്കിൽ ഈസാ നബിയെ കുറിച്ച് കേട്ടിരുന്നു. എന്നാല് യഥാർത്ഥ യേശുക്രിസ്തു ആരാണെന്നുള്ള ആ ബോധ്യം ലഭിച്ചു കഴിഞ്ഞപ്പോഴ്, യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ എന്ന് ഉള്ള ബോധ്യം എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോഴ്, ഞാനൊരു പാപിയാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്, ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് നരകം മാത്രമേ കിട്ടൂ എന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചതിന്റെ പേരിൽ കർത്താവായ യേശുക്രിസ്തുവിനെ എന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ തക്കൊണ്ട് എനിക്കിടയായി. അതോടുകൂടെ എന്റെ ഹൃദയത്തിന്റെ നിന്ന് വലിയൊരു ഭാരം തന്നെ കുറഞ്ഞു പോയതായി എനിക്ക് അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നും പൂർണ്ണമായൊരു മോചനം എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാ അലിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്? പല പുണ്യസ്ഥലങ്ങളിലും പോയിട്ട് ലഭിക്കാത്ത എന്തോ ഒരു പ്രത്യേകത അലി ഇപ്പൊ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, ദുസ്വഭാവങ്ങളൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് അലിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അങ്ങനെ ഞായറാഴ്ച ഞാൻ ചർച്ചുകളിലൊക്കെ പോകുക. അത് ഒരു ബസ്സിനൊന്നും പോവുകയില്ല. കോഴിക്കോട് നേരിട്ട് ഒരു ബസ്സുണ്ട്. ഒരു ബസ്സിനൊന്നും പോകാതെ ഒരു 3-4 ബസ് കയറി, ഒന്ന് നേരെ കയറും മലപ്പുറം അല്ലെങ്കിൽ കോട്ടക്കല്, അവിടുന്ന് നേരെ കുണ്ടോട്ടിയിൽ ഇറങ്ങും, കുണ്ടോട്ടിയിൽ നേരെ രാമനാട്ടുകര അല്ലെങ്കിൽ ഫറോക്ക്, അങ്ങനെയൊക്കെ കോഴിക്കോട്, അങ്ങനെയൊക്കെയാണ് ബസ് കയറുന്നത്. അതിന്റെ പ്രത്യേക കാരണം, എൻ്റെ വീടിന്റെ അടുത്ത് ഇസ്ലാമിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, KK അലവി എന്ന് പറഞ്ഞ ഒരാളാണ്. അച്ഛനാണ്, ഒരു പുരോഹിതന്റെ, മുസ്ലിം പുരോഹിതന്റെ മകൻ. അദ്ദേഹം ഒരു പുസ്തകം വായിച്ചു. അങ്ങനെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരില് അദ്ദേഹത്തിന്റെ ഒരു കാല് അടിച്ചു ഒടിച്ച് അദ്ദേഹത്തെ ചങ്ങലക്കിട്ടായിരുന്നു. അതിനു പുറമെ കാന്താരി മുളക് അരച്ച് കണ്ണിലും മൂക്കിലും എല്ലാം തന്നെ പുരട്ടിയത് ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വീടും എൻ്റെ വീടും ഏകദേശം ഒരു 30 മീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ആഹാരമൊന്നും കൊടുക്കുകയില്ല. എൻ്റെ വല്യമ്മയാണ് അദ്ദേഹത്തിന് ആഹാരമൊക്കെ കൊടുക്കുക. അപ്പൊ ഞങ്ങളെ വീടും അദ്ദേഹത്തിന്റെ വീടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഉയർന്നിട്ടാണ്. അപ്പൊ അദ്ദേഹം വരുമ്പോൾ ഒരു കാല് അടിച്ചൊടിച്ചത് കൊണ്ടും അദ്ദേഹത്തിന്റെ 2 കാലിലും ചങ്ങലിട്ടത് കൊണ്ടും ഈ ചങ്ങല ഒരു കൈ കൊണ്ട് പൊക്കി പിടിക്കും. ഒരു കാല് ചാടിയിട്ട് വരുമ്പോൾ ഈ ചങ്ങല ഇങ്ങനെ കുലുങ്ങിയിട്ടാ വരിക. ആരെ ചങ്ങലക്കിടുന്നു? ഭ്രാന്തന്മാരല്ലേ ചങ്ങലക്കിടുന്നു. അന്ന് അത്രയും ഓർമ്മയുണ്ടായിരുന്നു. ക്രിസ്ത്യാനിയായിട്ടാണ് അദ്ദേഹത്തിന്റെ കണ്ണിലും മൂക്കിലും ഒക്കെ കാന്താരി മുളക് അരച്ച് തേച്ചത്, അദ്ദേഹത്തിനെ ചങ്ങലക്കിട്ടത് എന്നൊന്നും അന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം വന്ന് മുറ്റത്തിരിക്കും. മുറ്റത്തിരുന്ന് എൻ്റെ വല്യമ്മയോട് വർത്താനം പറയുമ്പോൾ ഞാനും എൻ്റെ പങ്ങളും ഓടി ഒളിക്കും. കട്ടിലിന്റെ ചോട്ടിലോട്ട് ഓടി ഒളിച്ച് അവിടെ കിടന്ന് പ്രാർത്ഥിക്കും, അലിവി കേറിപ്പോണേ, എന്നിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അത്രമാത്രം പേടിയായിരുന്നു. അപ്പോ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞാൽ അലിവിക്ക് ലഭിച്ചതുപോലെയുള്ളതായ പീഡനങ്ങൾ, പ്രശ്നങ്ങള് വാസ്തവത്തിൽ എനിക്ക് ലഭിക്കില്ലേ എന്ന് ഉള്ള ഭയം ആണ് 3-4 ബസ് കയറി
കോഴിക്കോട് എത്തി. ഏതെങ്കിലും അത് ഒരു പ്രാർത്ഥനയിൽ പോവില്ല, പല പ്രാർത്ഥനാലയങ്ങളിലാ പോവുക. അധികം താമസിയാതെ അറിഞ്ഞു ഞാൻ ക്രിസ്തീയ വിശ്വാസിയായി മാറി. ക്രിസ്തീയ പള്ളിയിൽ പോകുന്നു. KK അലിവി അച്ഛൻ ക്രിസ്ത്യാനി ആയതുപോലെ അലിയും ക്രിസ്ത്യാനിയായി മാറി. അതുകൊണ്ട് മുളയിൽ തന്നെ നുള്ളണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണം. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാമിനെയും ഇസ്ലാം സമൂഹത്തെയും വിട്ടുപോകുന്നവനെയും വധിക്കണം, വധിക്കുന്നവന് സ്വർഗം ലഭിക്കും എന്ന് ഇസ്ലാമിക ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് എന്നെ കൊല്ലുന്നവന് സ്വർഗം കിട്ടും, എന്നെ കൊല്ലണം എന്ന് ഫത്വ ഇറങ്ങി. ഇത് കേട്ട് ഞാൻ രക്ഷപ്പെടുകയാണ്. എന്നെ പാസ്റ്റർ ഒരു സ്ഥലത്ത് വരെ കൊണ്ടാക്കി. പിനിയൽ ബൈബിൾ കോളേജ്, അന്ന് കോളേജ് ആയിരുന്നു, ഇന്നാണ് സെമിനാരി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5-8 മാസം കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ടൊന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒന്ന് പോയതാണ്. പോയ സമയത്താണ് എൻ്റെ കൂട്ടുകാർ വന്നിട്ട് ചോദിച്ചു, അലി നീ ക്രിസ്ത്യാനിയായി എന്ന് അറിഞ്ഞല്ലോ, നീ എന്തിനാ ക്രിസ്ത്യാനിയായത്, ഇസ്ലാം വിട്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി. ഞാനിപ്പോ മദ്യം കഴിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, ദുസ്വഭാവങ്ങളൊക്കെ മാറി ഒരു പുതിയൊരു മനുഷ്യനായി തീർന്നു. അവരങ്ങ് പോയി. അടുത്ത കഴിഞ്ഞ് പുരോഹിതൻ വന്നു. പുരോഹിതൻ വന്നിട്ട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയായി എന്നാണ് എന്നെ കുറിച്ച് അറിയുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയൊക്കെ പോകാറുണ്ടെന്ന്. അദ്ദേഹം ഒരൊറ്റ അടിയായിരുന്നു എന്നെ. അടിച്ചടിയിൽ തന്നെ വാസ്തവത്തിൽ എനിക്ക് ദേഷ്യം വന്നു. തിരിച്ചടിക്കാൻ കൈയും ഉയർത്തിയപ്പോഴാണ് ബൈബിളിൽ നിന്നൊരു വാക്യം, ക്രൂസിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ തന്നെ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. അടിക്കാനായിട്ട് ഉയർത്തിയ കയ്യ് ഞാൻ നേരെ താഴെ ഇട്ടു. വെള്ളിയാഴ്ച എന്നെ കുറിച്ച് കുത്തുബ അല്ലെ ഒരു പ്രധാന പ്രസംഗം, ചർച്ചില് പ്രധാന പ്രസംഗം ഉണ്ടല്ലോ, അതുപോലെ ഒരു പ്രധാന പ്രസംഗം. അതിനെ പുരോഹിതൻ, മുസ്ലിം പുരോഹിതൻ ഒരു ഉയരത്തിലുള്ള ഒരു പീഠത്തിലേക്ക് കയറിയിരുന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാളുണ്ടാകും. ആ വാളിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുക. പ്രസംഗിച്ചിട്ട് പറഞ്ഞു, അലി ക്രിസ്ത്യാനിയായി, അതുകൊണ്ട് മുളയിൽ തന്നെ അദ്ദേഹത്തെ നുള്ളണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണം എന്നുള്ള നിയമങ്ങളൊക്കെ അവിടെ വെച്ച് പാസ്സാക്കി. അന്ന് വൈകുന്നേരം എൻ്റെ അമ്മാവന്മാർ വീട്ടിലെത്തി. നീ അറിഞ്ഞോന്ന് ചോദിച്ചാൽ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. നീ ക്രിസ്ത്യാനിയാണോ? അതെ. എൻ്റെ ഒരു അമ്മാവ് ഒരൊറ്റ ചവിട്ടായിരുന്നു ഒരു ഭാഗം. ആ ചവിട്ടിൽ തന്നെ അറിയാതെ വേറൊരു അമ്മാവിന്റെ ഭാര്യയുമായിട്ട് സംസാരിക്കുകയാണ്. ഈ ഭാഗത്തുനിന്ന് ഒരു അമ്മാവ് ഒരൊറ്റ ചവിട്ടായിരുന്നു നാവിൽ. ഞാൻ അപ്പോൾ തന്നെ താഴെ വീണു. ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയിലായി. അവരെന്നെ പ്രാഗി ശപിച്ച് അവര് അങ്ങ് കടന്നുപോയി. ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. നേരെ മൂത്രമൊഴിക്കണം തോന്നി. മൂത്രമൊഴിക്കാൻ ചെന്നപ്പോഴേ മൂത്രം പോകുന്നില്ല. മൂത്രത്തിന് പകരം ഒരല്പം ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യാം? നേരെ തിരിച്ച് കോളേജിലെത്തി. കോളേജുകാരെന്നെ പെരുമ്പാവൂരുള്ളതായ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 4 ദിവസം ഞാൻ അവിടെ കിടന്നു. യാതൊരുവിധ മാറ്റവും ഇല്ല. കൂടുതലാകാൻ തുടങ്ങി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ മരിച്ചാൽ കോളേജുകാർ ഉത്തരം പറയണല്ലോ. അവരെന്നെ നേരെ എന്നെ അവിടെ ഏൽപ്പിച്ച പാസ്റ്റർ വിളിച്ചു പറഞ്ഞു. 2-3 സ്റ്റുഡൻസിനെയും കൂട്ടി നേരെ കോഴിക്കോട് വന്നു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു.
ദിവസങ്ങളോളം അവിടെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. കൂടുതലായി എന്നുള്ളതല്ലാതെ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിട്ട് മാത്രമേ എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയായി. ആരും സഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായി. അവസാനം ഡോക്ടർമാര് വിധി എഴുതി, ഇവന് ഇനി ജീവിതം വളരെ കുറവാണ്, അധികം താമസിയാതെ തന്നെ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായിട്ട് പോകുമെന്നുള്ള വിധി അവർ എഴുതി. ഡോക്ടർമാര് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യാണ്, സാവധാനേ മാറുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുക, മരുന്നെല്ലാം നേരത്തിന് കഴിക്കുക എന്നീ കാര്യങ്ങളൊക്കെ അവര് എന്നോട് പറഞ്ഞു. പോയ അവിടെ കിടക്കും, കിടക്കാൻ സ്ഥലമില്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ എന്താ ചെയ്യാം? എല്ലാരും കൈവിട്ടതായ ഒരവസ്ഥയായി. വൈദ്യശാസ്ത്രം കൈവിട്ടു, എല്ലാവരും കൈവിട്ട ഒരവസ്ഥയിൽ ആയി. അങ്ങനെ അവസാനമായിട്ട് ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റ് എടുത്ത് താഴെ ഇട്ടു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ സമനിലയെല്ലാം തെറ്റി, സബ്ല് കൂടി. ആൾക്കാർ അപ്പുറത്തിപ്പുറത്തൊക്കെ ഉള്ളത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ പറയാൻ തുടങ്ങി, ഇവൻ ഇപ്പം മുസ്ലിം ആയിരുന്നു, ക്രിസ്ത്യാനിയായി. നാട്ടുകാരും വീട്ടുകാരൊക്കെ കൂടി ഉപദ്രവിച്ച് ഇവിടെ വന്നപ്പോഴ് മാനസികമായി ഭ്രാന്തായിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ പിറുപിറുക്കുന്നത്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴ് എന്റെ ഹൃദയം പൊട്ടാനായിട്ട് തുടങ്ങി. തമ്പുരാൻ പറഞ്ഞു, എന്റെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ ആലോചന ഇങ്ങനെ വരാൻ തുടങ്ങി. പരിഹാസം ഒരു ഭാഗത്ത്, നിന്നൊരു ഭാഗത്ത് വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം. എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാനാണ് എന്നെ അറിയില്ല. അറിയാവുന്ന വായിൽ 2 കാര്യം പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ജീവൻ അങ്ങ് എടുക്കുക, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യമാക്കണം. കണ്ണുനീര് ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകുക. എത്ര മിനിറ്റോളം, എത്ര സമയത്തോളം പ്രാർത്ഥിച്ചു എന്നറിയില്ല. ഒരു നേളിന്റെ അടുത്തേക്ക് ഇങ്ങനെ അങ്ങ് വരിക. നേൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, നാളെ എന്നെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയി കിടക്കുമെന്നൊന്നും എനിക്കറിയില്ല. വീട്ടിൽ ചെന്നാൽ അവരെന്നെ കൊല്ലുന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക, എന്റെ ജീവൻ അങ്ങ് എടുക്കണേ എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്നോട് പറഞ്ഞു എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുകയില്ല, 2 പേര് എന്നെ താങ്ങാതെ. എങ്ങനെയാണ് ഞാൻ ആ ബെഡ്ഷീറ്റ് എടുത്ത് താഴെ വന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുകയില്ല, എന്നെ പിടിക്കണമെന്നു. വീണ്ടും പറഞ്ഞു എന്നോട് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാനായിട്ട്. ഈ വന്ന ആള്, ഈ നിഴല് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ്, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ അദ്ദേഹം എന്റെ കരങ്ങളെ പിടിച്ച് അങ്ങ് തൂക്കി. ഞാൻ അവിടെ കടന്ന് ചാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ സ്ഥലത്ത്, ഇനി ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇത്ര ദിവസമേ നിനക്ക് ആയുസുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കഴിഞ്ഞ 40 കൊല്ലായിട്ട് ദൈവം അത്ഭുതകരമായി, അതിശയകരമായി എന്നെ നടത്തി. ദൈവം എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ അവിടുന്ന് അവസരം ഒരുക്കി തന്നു. ഞാൻ സാധാരണ പറയാറുണ്ട് എപ്പോഴും, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ്. ദൈവം
നല്ലവനെന്ന് രുചിച്ചറിയുക. ദൈവം നമ്മളെ കൈവിടാത്തവനാ. ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാ. ദൈവം കരുണയുള്ളവനാ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം തന്റെ പുത്രനെ തന്നുകൊണ്ട് നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത്. മതങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിച്ചപ്പോഴേ എല്ലാ മതങ്ങളിലും രക്ഷയുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതില് രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. രക്ഷിക്കാൻ കഴിയുന്ന വേറെ ഒരുവനെയും മറ്റൊരുവനിലും രക്ഷയില്ല. പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടോ? നീ അത് പ്രാർത്ഥിക്ക്, ഇത് പ്രാർത്ഥിക്കുന്നു പറയും. പാപത്തിന് വിടുതൽ കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മതത്തില്, ഏതെങ്കിലും ഒരു മതത്തില്? മുഹമ്മദ് നബിയോടും കൂടെ പ്രാർത്ഥിക്കുക, ആദ്യവും പിന്നീടും മുഹമ്മദ് നബി പാപിയാണെന്ന്. പാപത്തിന് മോചനം കൊടുത്തോ? ഇല്ല. ഹൈന്ദവ പുരാണങ്ങൾ പഠിക്കുക. പാപം, പാപോഹം, പാപകർമ്മോഹം, പാവാത്മാ, പാപസംഭവ. അവിടെയും മനുഷ്യനെ രക്ഷയില്ല. രക്ഷിക്കാൻ കഴിയുന്ന, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വിടുതൽ നൽകാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ, ഞാനല്ലാതെ വേറെ ദൈവമില്ല. ചെയ്യില്ല. ഞാനാണ്. തുടരാലല്ലേ? ആ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു. അവിടുന്ന് ജോലിയിൽ പ്രൊമോഷനായി നേരെ കർണാടകയിലുള്ളതായ കുതിരമുഖ എന്ന് പറഞ്ഞ സ്ഥലത്ത് കമ്പനി പ്രൊമോഷനോട് കൂടി അയച്ചു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ വേലക്കായിട്ട് വിളിക്കുകയാണെന്ന്. ആദ്യം ബൈബിൾ കോളേജിലെ 1 വർഷം പഠിച്ചെങ്കിലും അത് എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ വിളിയുണ്ടായിരുന്നില്ല. എനിക്ക് താമസിക്കാൻ ഒരു സൗകര്യം എന്നുള്ള നിലയിൽ മാത്രമായിരുന്നു അന്ന് അവിടെ പോയത്. എന്നാൽ ദൈവവിളി ഉണ്ടായി, എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വേലക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ആ സമയങ്ങളിൽ പട്ടിണി കിടന്ന നല്ല അനുഭവം. വളരെ ദിവസങ്ങളോളം പട്ടിണി കിടന്നിരുന്നു. പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമായിരുന്നു എൻ്റെ ആഹാരം. അങ്ങനെ നേരം ചെയ്തു, ജോലി രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അതിൽ വളരെ പ്രയാസം തോന്നി. അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു വിരല് പൂർണ്ണമായിട്ട് ഇവിടുന്ന് അങ്ങ് ഒടിഞ്ഞങ്ങ് തൂങ്ങി. മെഷീനകത്ത് കയറിയതാണ്. ഇത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ദൈവം തന്റെ മക്കളെ തല്ലുന്നുണ്ട് എന്നുള്ള ബോധ്യം മനസ്സിലായി. അങ്ങനെ ജോലി രാജിവെച്ചു. ജോലി രാജിവെച്ചതിന് ശേഷം ഒരു 5-6 വർഷത്തോളം 2-3 കോളേജുകളിലായിട്ട് ദൈവവചനം പഠിക്കുവാനുള്ളതായ അവസരം എനിക്ക് ലഭിച്ചു. തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഇന്ത്യൻ തിയോളജിക്കൽ സെമിനാരി, അങ്ങനെയുള്ളതായ സ്ഥലങ്ങളിൽ ദൈവവചനം അഭ്യസിപ്പാൻ തക്കവണ്ണം വലുവനായ ദൈവം വഴി തുറന്നു. അതിനുശേഷം ഇങ്ങനെ ചിന്തിപ്പാനായിട്ട് തുടങ്ങി, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം. അങ്ങനെ
ഞാൻ പഠിച്ചതായ സെമിനാരിയിൽ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെറിയൊരു പ്രവർത്തനമുണ്ട്. ഖുർആനിൽ 25 പ്രവാചകന്മാരെ കുറിച്ച് റേഡിയോയിലൂടെ പ്രസംഗിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു 3-4 പേരും കൂടെ വേറെയുണ്ട്, ഇന്റർവ്യൂവിനെ വിളിച്ചിരിക്കുകയാണ്. ഇന്റർവ്യൂവിൽ ഞാൻ പാസ്സായി. അങ്ങനെ 25 പ്രവാചകന്മാരെ കുറിച്ച് റേഡിയോയിലൂടെ പ്രസംഗിക്കാൻ തുടങ്ങി. റേഡിയോയിലൂടെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അനേക വ്യക്തികൾ, മുസ്ലിങ്ങൾ തന്നെ പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ ഒരു പേപ്പറിൽ എഴുതി അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു ത്രൈമാസിക പ്രസിദ്ധീകരിക്കണം തോന്നി. നൂറുൽ ഹയാത്ത്, ജീവ വെളിച്ചം എന്ന് പറഞ്ഞ ഒരു മാസിക തുടങ്ങി. മുസ്ലിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന നിലയിലാണ് അത് തുടങ്ങിയത്. കഴിഞ്ഞ കൊറോണ കാലം വരെയും തടസ്സമില്ലാതെ ഈ നൂറുൽ ഹയാത്ത് എന്ന മാസിക പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നു. കൊറോണ കാലം വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായ വളരെ ഞെരുക്കമുണ്ടായി. അങ്ങനെ അതങ്ങ് നിന്നുപോയി മാസിക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുസ്തകം, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനുണ്ട്, ക്രിസ്ത്യൻ പ്രിൻസ് എന്ന് പറയും. അദ്ദേഹം എഴുതിയതായ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി. ദ ഡിസെപ്ഷൻ ഓഫ് അല്ലാഹ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിങ്ങനെ ഇരുന്ന് വായിച്ചപ്പോഴേ അതൊന്ന് പബ്ലിഷ് ചെയ്യണം, മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി സത്യം അനേകരും അറിയണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി. അങ്ങനെ അത് ഞങ്ങൾ ചില വ്യക്തികളെ ചേർന്ന് അത് മലയാളത്തിലേക്ക്, ഇംഗ്ലീഷിലായിരുന്നു അത്, അറബിയിലാണ് അദ്ദേഹം എഴുതിയത്. പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു. ഇംഗ്ലീഷിൽ നിന്നത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ദ ഡിസെപ്ഷൻ ഓഫ് അല്ലാഹ് മലയാളം പ്രസിദ്ധീകരിക്കാൻ തക്കവണ്ണം ഏകദേശം 400ഓളം പേജുള്ള ഒരു പുസ്തകമാണ്. അത് പ്രസിദ്ധീകരിക്കുവാൻ വലിയവനായ ദൈവം വളരെ പ്രയാസത്തോടു കൂടിയാണെങ്കിലും അത് പ്രസിദ്ധീകരിച്ച് മലയാളത്തിലേക്ക് ആക്കുവാൻ തക്കവണ്ണം ദൈവം അതിനുള്ളതായ അവസരം ഒരുക്കി തന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് ആ സമയങ്ങളെല്ലാം തന്നെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോവുകയായിരുന്നെങ്കിലും ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി അത് കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കാനായിട്ട് പറ്റിയില്ല. തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അത് പ്രസിദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് പിന്നീട് പല പുസ്തകങ്ങള്, സ്ത്രീയും ലൈംഗികതയും ക്രൈസ്തവ ഇസ്ലാം മതങ്ങളിൽ എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് ഇടയായി. അതിനുശേഷം യേശുവും ഈസയും ഒന്നല്ല, തൃത്വം അറിയാത്ത അള്ളാഹു, ഈ രണ്ടും കൂടെ ചേർന്ന് മറ്റൊരു പുസ്തകം ആളെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഖുർആന്റെ സാക്ഷ്യം യേശു ദൈവമാകുന്നു എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം, അൽമസി ഈസ പരിശുദ്ധൻ എന്ന് പറഞ്ഞ ഒരു ബുക്ക്ലെറ്റ്, പിന്നെ മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി ഒരു 10 പുസ്തകങ്ങൾ. ഒന്ന്, പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ, യേശുവിന്റെ സവിശേഷത 1ഉം 2ഉം വാള്യങ്ങളിലായിട്ട്. രണ്ടാമത്തെ വാള്യത്, ഞാൻ എന്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിലെ ഒരു ചരിത്ര അധ്യാപകൻ ഡോക്ടർ മുസ്തഫ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം എഴുതിയതാണ്. ക്രിസ്തീയ വിവാഹം എന്താണ്? ക്രിസ്തീയ വിവാഹം, ക്രിസ്തീയ വിവാഹവും ഇസ്ലാമിലെ നിക്കാഹും എന്ന വിഷയത്തെ കുറിച്ച്. അതുപോലെ അബ്രഹാം യാഗം കഴിക്കാൻ കൊണ്ടുപോയത് ഇസ്മായിലിനെയാണോ ഇസ്ഹാക്കിനെയാണോ? യേശുവിന്റെ കുരിശ് മരണം, അതിന്റെ ഇസ്ലാമിക ക്രൈസ്തവ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട്, പിന്നെ ക്രൈസ്തവർ എന്തുകൊണ്ട്
പരിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുന്നു. ഇസ്ലാമിക ദർശനം ക്രൈസ്തവ വീക്ഷണത്തിൽ ക്രൈസ്തവ വിശ്വാസം പരമോന്നതൻ എന്നീ ചില പുസ്തകങ്ങള് അതിനോടുകൂടെ തന്നെ അടിക്കുവാൻ തക്കണ ഏകദേശം ഒരു 15ഓളം പുസ്തകങ്ങൾ ഈ സുവിശേഷ പ്രവർത്തനത്തിനായി മുസ്ലിങ്ങളിടയിലെ ഈ സുവിശേഷ പ്രവർത്തനത്തിനായി പ്രസിദ്ധീകരിക്കുവാൻ വല്ലവനായ ദൈവം സഹായിച്ചു. ഇപ്പോൾ ഞങ്ങളെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് 14 ജില്ലകളിലായിട്ട് 1 കോടിയിലധികം വരുന്ന മുസ്ലിം സമൂഹത്തോട് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത്രത്തോളം ദൈവം സഹായിച്ചു പല വ്യക്തികളെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനും ഉള്ളതായ സാഹചര്യങ്ങള് സന്ദർഭങ്ങളെല്ലാം തന്നെ ദൈവം ഒരുക്കി തരുന്നു. ദൈവമക്കളുടെ സഹായത്താൽ ഈ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളെ കാസർഗോഡ് ജില്ലയിലെ 1 മാസത്തെ പരിപാടി ടീമായിട്ട് പോയി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ കുടുംബമായിട്ട് ഞങ്ങളെ പ്രവർത്തനത്തിലായിരിക്കുന്നു. തൃശ്ശൂരാണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത്. അതുപോലെ നല്ലൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവമക്കള് ഞങ്ങൾക്കായിട്ട് ഈ മിനിസ്ട്രിക്കായി അൽനൂർ അപ്പോളജറ്റിക്കൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് ഞങ്ങള് ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം തന്നെ പല കുട്ടികൾക്കും ഇസ്ലാമിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന പല കുട്ടികൾക്കും പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കർത്താവ് സഹായിച്ചു, പാവപ്പെട്ട അനേക കുട്ടികൾക്ക്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥനയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. വലുവനായ ദൈവം ഇപ്രകാരം അവസരം തന്നതായ നസ്രയൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനും ബ്രദർ ജിജി ബ്രദറിനും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാം നിന്റെ മക്കൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. എത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന്, വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്, കൃപയും ശക്തിയും നൽകിയ ദൈവത്തിന്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്, രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അവിടുന്ന് മാത്രമാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ജിജി ബ്രദറും യൂട്യൂബ് ചാനലിലും നസ്രയന്റെ വഴികൾ എന്ന ഈ പ്രത്യേക കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദാസനെയും കുടുംബമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കേൾക്കുന്ന എല്ലാ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, വേദനകളിൽ നിന്നെല്ലാം വിടുതൽ നൽകുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരുവേനെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയതായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെന്ന് രുചിച്ചറിയുവാൻ പ്രിയ അലി സഹോദരൻ കർത്താവ് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി അധികമായി ശോഭിക്കുവാൻ, തന്നെ ദൈവം അയക്കുന്ന മേഖലകളിലൊക്കെ വിശ്വസ്തയോടെ നിൽക്കുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നസ്രയുടെ വഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തതിലുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സാക്ഷ്യം നമുക്ക് പിന്നെയും കടന്നു വരാം. അതുവരെ അത്യുന്നത ചെറുകടിയിൽ നമ്മൾ ഏവരെയും കർത്താവ് മറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്.